നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഹാസ് ഗിവൺ ദി ടൈറ്റിൽ ഓഫ് മഹാത്മാ, മീൻസ് എ ഗ്രേറ്റ് സോൾ ടു ഗാന്ധിജി. അപ്പോൾ ആ ഗാന്ധിജി മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടത്, ഹി വാസ് അസാസിനേറ്റഡ്. മഹാന്മാരുടെ മരണത്തെ എപ്പോഴും നാം വ്യാഖ്യാനിക്കുന്നത് അസാസിനേഷൻ എന്ന് പറഞ്ഞ ആംഗലേയ പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അസാസിനേറ്റഡ്. എബ്രഹാം ലിങ്കൻ വാസ് അസാസിനേറ്റഡ്, ജോൺ എഫ് കെനഡി വാസ് അസാസിനേറ്റഡ്, മഹാത്മാഗാന്ധിജി വാസ് അസാസിനേറ്റഡ്. അങ്ങനെയാണ് നാം പറയാറ് പൊതുവെ. ഗാന്ധി വാസ് അസാസിനേറ്റഡ്. ഇന്ദിരാഗാന്ധിജിയല്ല, ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ് എന്നാണ് പറയാറ്. 1948 ജനുവരി 30 5:17 ഗാന്ധിജി പോയിൻറ്റ് ബ്ലാങ്ക് കൊല ചെയ്യപ്പെട്ടത്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആ ഒരു ഫനാറ്റിക് വർഗീയവാദിയാണ് അദ്ദേഹത്തെ കൊന്നത്. ഇത് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ വസ്തുതയാണ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ വസ്തുതയാണ്. ട്രയൽ പ്രോസസ്സിലൂടെ പിന്നീട് അവരെ വധിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ ഘാതകരെ. ഇത് ചരിത്രമാണ്. പക്ഷേ ആധുനിക ചരിത്രത്തിൽ ഇന്ത്യയുടെ അക്കോർഡിംഗ് ടു ദ മോഡേൺ ആൻഡ് റീസെൻറ്റ് നെറേറ്റീവ്സ് Gandhiji was not assassinated. Gandhiji was not assassinated as per the narratives of recent times, but instead he suffered a heavy heart attack, cardiac arrest, wherein his heart was placed in the frontal lobe. That is why once we see the photographs as well as the videos, there is the spillage of blood, and this is not as a result of the point blank gunshot. The vested interest people says that it is out of the heart attack that he has suffered, and his heart was in the place of the brain, and there was severe humoral damage. That is why there is heavy profuse of blood from the body of Mahatma Gandhiji. നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് നാം സങ്കല്പിക്കുന്ന രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ അഭിസംബോധനം ചെയ്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് നാം അനുമാനിക്കുന്ന, നാം സങ്കല്പിക്കുന്ന മഹാത്മാഗാന്ധിജി, ആ മഹാത്മാഗാന്ധിജിയുടെ ദുരവസ്ഥയാണ് നാം ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടത് ഇൻ ദ റീസെൻറ്റ് ഹിസ്റ്ററി. ആ ഗാന്ധിജിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു വചനം, ഗാന്ധി പറഞ്ഞത് സോൾട്ട് സത്യാഗ്രഹ 1942 ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത് ഗാന്ധി പറഞ്ഞത്, ഈദർ യു ഡൈ ഓർ ഡു. ദർ ആർ ടു ചോയ്സസ് ഇൻ ഫ്രണ്ട് ഓഫ് us. The Indian diaspora, the Indian community, there are only two choices in front of us, either to die or do. You die for the nation, or else do away with the concept of liberty and liberation and independence എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധി സ്മൃതി ഇന്ന് ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായിരിക്കുന്നു. മഹാത്മാഗാന്ധിജി യൂണിവേഴ്സിറ്റി ഉള്ളത് കോട്ടയത്താണ്. മഹാത്മാഗാന്ധിജിയുടെ സ്മരണാർത്ഥം സ്ഥാപിച്ച, അല്ലെങ്കിൽ ഗാന്ധിയൻ വാല്യൂസ്, ഡോക്ട്രീൻസ്, ഫിലോസഫീസ് ജനങ്ങൾക്കും ലോകത്തിനും പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കും മനസ്സിലാകാൻ വേണ്ടി സ്ഥാപിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. മഹാത്മാഗാന്ധിജിയുടെ നാമത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കോട്ടയത്ത് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി. പിന്നീട് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയൊക്കെ തമിഴ്നാട് വരികയുണ്ടായി. പിന്നീട് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പഠന വിഭാഗം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഗാന്ധിയൻ സ്റ്റഡീസ്. അപ്പോൾ ഗാന്ധി മരിച്ചാലും ശക്തനായിട്ട് തന്നെ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലും പാഠപുസ്തകങ്ങളിലും നമ്മുടെ ജീവിത പ്രവർത്തികളിലും ഗാന്ധി ജീവിക്കുന്നു. ഗാന്ധിക്ക് മരണമില്ല. അതുകൊണ്ടാണ് ഗാന്ധി ഈസ് ഓൾവേസ് ടേംഡ് ആസ് ദി അമർത്യ, മരണമില്ലാത്തവൻ, മൃത്യു വരിക്കാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് അമർത്യ എന്നും കൂടെ ഗാന്ധിജിയെ നാം വിശേഷിപ്പിക്കുന്നത്. ദ മോസ്റ്റ് വൈബ്രൻറ്റ് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഇന്ത്യ ഹാസ് എവർ സീൻ. ഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹി വാസ് എ പേഴ്സൺ ഹു ഓൾവേസ് അപ്ഹെൽഡ് ദ വാല്യൂ ഓഫ് സിംപ്ലിസിറ്റി ഇൻ ഹിസ് ലൈഫ്. അതുകൊണ്ടാണ് ഗാന്ധിജി വസ്ത്രം പോലും ഉപേക്ഷിച്ചത്. എന്നാൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ മഹാനായ പണ്ഡിതനും നിയമത്തിൽ അഗാധമായ ജ്ഞാനമുള്ള വ്യക്തിയുമാണ് മഹാത്മാഗാന്ധിജി. ആ മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യമായിരുന്നു
ലാളിത്യം മുറുകെ പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഗാന്ധിജി വസ്ത്രം ഉപേക്ഷിച്ചതും ഒറ്റ വസ്ത്രത്തിൽ മാത്രം ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിച്ചതും. ഗാന്ധിജി മരിക്കുന്നില്ല. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ലോകത്തിന് മാതൃകയാണ്. ലോകം സമാധാനത്തിൻ്റെ ബാലപാഠങ്ങളാണ് ഗാന്ധിയുടെ ജീവിതം. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് ആത്മകഥയാണത്. ഇറ്റ്സ് എൻ ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ ഗാന്ധി. ഗാന്ധി പറഞ്ഞത്, അതിൻ്റെ ഇൻട്രൊഡക്ടറി താളുകളിൽ ഗാന്ധി പറഞ്ഞത്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ജീവിച്ച എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്ന് പറയണമെങ്കിൽ അദ്ദേഹം അത്രമാത്രം കളങ്കരഹിതമായ ജീവിതമാണ് നയിച്ചത്. നമുക്കെല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലാണ് ഗാന്ധി ജീവിച്ചതും ഗാന്ധി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഇടപെട്ടതും. ഗാന്ധി പറഞ്ഞ ഡു ഓർ ഡൈ, അത് കേവലമായ 2 വാക്കുകളല്ല. ഡു ഓർ ഡൈ 3 വാക്യങ്ങളല്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലേക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, തർജ്ജമ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഗാന്ധി പറഞ്ഞത്. അതിനെ നമുക്ക് ദാർശനികമായിട്ട് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വിഷയവുമായിട്ട് നിങ്ങൾക്ക് അഗാധമായ ഒരു കൺഫ്യൂഷൻ, ഇഫ് യു ആർ ഇൻ എ ഡിലമാറ്റിക് സ്റ്റേജ്, ഒന്നെങ്കിൽ നിങ്ങളത് പരിപൂർണമായിട്ട് ഉപേക്ഷിക്കൂ. യു ഡു അവേ വിത്ത് ദാറ്റ്, അതർവൈസ് യു ഡൈ ഫോർ ദാറ്റ്, മീൻസ് യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. അതുമായിട്ട് യു പ്രോഗ്രസ് ആൻഡ് ഗോ അഹെഡ്, സ്റ്റെപ്പ് അഹെഡ് വിത്ത് ദാറ്റ്. അങ്ങനെ ദാർശനികമായ തലത്തിൽ ഗാന്ധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി മരിക്കുന്നില്ല. ഗാന്ധിജി നമ്മുടെ ജീവിതങ്ങളിൽ ജീവിക്കുന്ന മഹാനായ വ്യക്തിയാണ് ഗാന്ധിജി. ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ ഒരുപക്ഷെ ശക്തനാണ് മരിച്ച ഗാന്ധി. ദ ഡെഡ് ഗാന്ധി ഈസ് മോർ പവർഫുൾ ദാൻ ദ അലൈവ് ഗാന്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഗാന്ധിജി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ വചനം, സാത്താൻ നിങ്ങളുടെ ചുണ്ടിൽ ദൈവരൂപേണയും വരും. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സാത്താൻ നിങ്ങളുടെ ചുണ്ടിൽ ദൈവരൂപേണയും വരും എന്ന് പറയുന്നത്, അദ്ദേഹം ഹി വാസ് ട്രൈങ് ടു എക്സ്പോസ് ദ ഹിപ്പോക്രിറ്റ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി ആൻഡ് എമംഗ് ആസ് ആർ സർക്കിൾ. നന്നായിട്ട് സുവിശേഷം പറയുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ മാലിന്യം പൂഴ്ത്തി വെച്ചതെന്നാണ് ഇതിൻ്റെ സാരം. നന്നായിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ദെയർ ഇൻറ്റൻഷൻ മൈറ്റ് ബി സംതിങ് എൽസ്. അതാണ് ദാർശനികമായിട്ട് ഗാന്ധി പറഞ്ഞത്. സാത്താൻ നിങ്ങളുടെ ചുണ്ടിൽ ദൈവരൂപേണയും വരും എന്ന് പറയുന്നത്, നിങ്ങളെ സുഖിപ്പിക്കുന്നവൻ നിങ്ങളുടെ സൗഖ്യമല്ല അന്വേഷിക്കുന്നത്, നിങ്ങളുടെ സ്വാസ്ഥ്യം കെടുത്തുന്നവനായിരിക്കാം എന്നാണ് ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം. ജനുവരി 30, 1948 നമ്മോട്, ലോകത്തോട് വിട പറഞ്ഞ ഗാന്ധി ഒരിക്കലും മരിക്കുന്നില്ല. ഗാന്ധി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, ശക്തിയോടുകൂടി ഇന്നും ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വസ്തുത കൂടിയാണ്.